ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഠിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങളുള്ള ഒരുപാട് കൂട്ടുകാർ നമുക്ക് ചുറ്റുമുണ്ട്. ലൈക്ക് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വേർഡ്പ്രസ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടും അങ്ങനെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം പലരും ഈ പറഞ്ഞ പോലെ ടീമുകളാണെങ്കിലും ടെംപ്ലേറ്റ്സ് ആണെങ്കിലും പ്ലഗിൻസ് ആണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എവിടെ കിട്ടും, അല്ലെങ്കിൽ എവിടെ നിന്ന് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ നമ്മൾക്ക് ലൈക്ക് ഈ പ്രീ ബിൽഡ് ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ തീംസ് ഇതൊക്കെ എങ്ങനെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത പലരും ഉണ്ട്. ലൈക്ക് ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. കുറേ ആൾക്കാർക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് നല്ല അറിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ലേ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. എൻവാറ്റോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഈ വെബ്സൈറ്റിനെ പറ്റി അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്. അപ്പം അറിയാത്ത ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിം കോൺസെപ്റ്റിൽ ഓൾറെഡി ആരെങ്കിലും പ്രൊഡക്ട്സ് ചെയ്തിട്ട്, ഐ മീൻ വെബ്സൈറ്റ് ആണെങ്കിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും ഓൾറെഡി ചെയ്തിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു കമ്പനി നടത്തുകയാണ്. ഇപ്പം ഞാൻ എന്താ പറയുക, ഒരു ഇ കൊമേഴ്സ് കമ്പനി. ഇപ്പം ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നടത്താമെന്ന് വിചാരിക്കാം. ഇപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആൾക്ക് എനിക്ക് ഓൺലൈനിൽ സാധനങ്ങൾ സെല്ല് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് പോയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനീനെ അപ്രോച്ച് ചെയ്തിട്ട് അവരോട് ഞാൻ എൻ്റെ റിക്വയർമെൻറ്റ് പറഞ്ഞ് അവർ ത്രൂ ആയിരിക്കും ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു വെബ്സൈറ്റ് ആണെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അവർ ത്രൂ ആയിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല ശരിക്കും. കാര്യം അവിടെ പോയിട്ട് ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയിൽ പോയിട്ട് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ നമുക്ക് വേണ്ടി ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ എക്സ്പെൻസ് വരും. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആവട്ടെ, ഒരു വെബ്സൈറ്റ് ആവട്ടെ, എല്ലാത്തിനും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രോഡക്ട്സ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെബ്സൈറ്റ്. ഞാൻ ഈ വെബ്സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ വെബ്സൈറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെമ്പാടുമുള്ള ഡെവലപ്പേഴ്സ് ഒരുപാട് പ്രോഡക്ട്സ് ലൈക്ക് ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റ് ആവട്ടെ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആവട്ടെ, പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസോ ഓൾറെഡി ബിൽഡ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിന് നമ്മുടെ ഈ വെബ്സൈറ്റിൽ ലൈക്ക് എൻവാറ്റോ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ട്സ് മേടിക്കാവുന്നതാണ്. മേടിച്ചിട്ട് നിങ്ങൾക്കൊരു കോഡ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്ത് അവർ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇത് എൻവാറ്റോ എന്ന് പറയും. ഇവരുടെ വെബ്സൈറ്റിന്റെ പേര് എൻവാറ്റോ എന്നാണ്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 3 പ്രൊഡക്റ്റ് ഉണ്ട്. എൻവാറ്റോ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്, കോഡ്കനോ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്, തീം ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. തീം ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് തീമുകൾ മാത്രമാണ്. അതിൽ പറഞ്ഞ പോലെ നമ്മുടെ വേർഡ്പ്രസിന്റെ തീം, PHPയുടെ തീം, അങ്ങനെ പല ലാംഗ്വേജസിലുള്ള തീമുകൾ കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ് തീം ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉള്ളത്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ തീം ഫോറസ്റ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നല്ല നല്ല ടെംപ്ലേറ്റ്സ് അതിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ കോഡ്കനോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ കോഡ്കനോണിൽ എന്താണ് ശരിക്കും കിട്ടണമെന്ന് പറഞ്ഞാൽ പ്രീ ബിൽഡ് കോഡുകളാണ്. ലൈക്ക് ഈ പറഞ്ഞ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ്റെ കോഡുകളെ, അല്ലെന്നുണ്ടെങ്കിൽ PHP വെബ്സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് പോലുള്ള എന്തൊക്കെ ലൈക്ക് ഒരുപാട് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർസിൻ്റെ കോഡുകളാണ് നമുക്ക് ഈ പറഞ്ഞ കോഡ്കനോണിൽ കിട്ടുന്നത്. എൻവാറ്റോ എലമെൻസിൽ കിട്ടുന്നത് നമുക്ക് ഈ പറഞ്ഞ ഈ ലൈക്ക് വീഡിയോസ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ എലമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻവാറ്റോ എലമെൻസിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കോഡ്കനോ നോക്കാം. കോഡ്കനോ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് ഇതിൽ ഓൾറെഡി നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. PHP സ്ക്രിപ്റ്റ്സ് ഉണ്ട്, വേർഡ്പ്രസ് ഉണ്ട്, ഇ കൊമേഴ്സ് ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, CSS ഉണ്ട്, മൊബൈലുണ്ട്, HTML ഉണ്ട്, വേർഡ്പ്രസ് തീംസ് ഉണ്ട്, പ്ലഗിൻസ് ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ വെബ്സൈറ്റിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കാണാം ഇവിടെ ഓൾറെഡി വേർഡ്പ്രസ്, മൊബൈല്, പ്ലഗിൻസ് ഇതിലൊക്കെ ഇപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ്പ്രസിൻ്റെ അല്ലെങ്കിൽ PHPയുടെ ഒക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ബെസ്റ്റ് സെല്ലർ ഒരു പ്രൊഡക്റ്റ് എടുത്ത് നോക്കാമല്ലേക്ക്. ഇപ്പോൾ ഓൾറെഡി ഇത് ഇവിടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഇവിടെ പ്രീമിയം URL ഷോട്ട് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു URL ഷോർട്ട് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീ ബിൽഡ് കോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് നിങ്ങളുടേതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇത് കണ്ടോ $45 വരുന്നുള്ളൂ. ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കൊണ്ടിട്ട് നമ്മുടെ ഹോസ്റ്റിങ്ങിൽ പോസ്റ്റ് ചെയ്യുക, സംഭവം വർക്കാവും. നമ്മൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ ഒരുപാടുണ്ട്. ഇവിടെ അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് നോക്കാം. ഇവിടെ മൊബൈൽ ആപ്ലിക്കേഷൻസിൽ ഒരുപാടുണ്ട്. ഇവിടെ കണ്ടോ WooCommerce സ്റ്റോറുകളുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ലൈക്ക് ഊബർ പോലുള്ള ആപ്ലിക്കേഷൻസ്, അല്ലെന്നുണ്ടെങ്കിൽ
ഒല്ല പോലെയുള്ള ആപ്ലിക്കേഷൻസ്, സ്വിഗ്ഗി പോലെ, സൊമാറ്റോ പോലെയൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ അഡ്മിൻ പാനൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. കുറേ കാലമായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് കമ്പനി ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റിലേക്ക് ഇതുപോലെ കോഡ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് റെഡിയാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണി കുറേയൊക്കെ എളുപ്പമായിരിക്കും. ഇവിടെ ഓൾറെഡി കാര്യങ്ങളെല്ലാം ഇങ്ങനത്തെ പ്രൊഡക്ട്സ് എല്ലാം ഇവിടെ ഓൾറെഡി ആൾക്കാർ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തീം ഫോറസ്റ്റ് ഉണ്ട്. തീം ഫോറസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് തീംസ് ഉണ്ട്. വേർഡ്പ്രസ് തീംസ് ഒരുപാടുണ്ട് ഇവിടെ. വേർഡ്പ്രസ് ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഇ-കൊമേഴ്സ് ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. മാർക്കറ്റിംഗ് ടെംപ്ലേറ്റ്സ്, CMS ടെംപ്ലേറ്റ്സ്, ബ്ലോഗിങ്ങിൻ്റെ ടെംപ്ലേറ്റ്സ് വരെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ബ്ലോഗേഴ്സിൻ്റെ ഇവിടെ കണ്ട ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ തന്നെ ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഇപ്പം HTML വേണമെന്നുണ്ടെങ്കിലുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേർഡ്പ്രസിൻ്റെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഷോപ്പിഫൈക്കുള്ള സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട്. നമുക്ക് ഷോപ്പിഫൈയുടെ ഇപ്പോൾ പറഞ്ഞ ഡ്രോപ്പ് ഷിപ്പിംഗ് സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് തീം കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. അങ്ങനെ എന്ത് സംഭവങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ കിട്ടും. അതുപോലെ തന്നെ വേറൊരെണ്ണമാണ് Envato Elements എന്ന് പറയുന്നത്. ഇവിടെ എലമെൻറ്റ്സ് ആണ്. ഇതൊരു മാസം $16.5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എല്ലാ എലമെൻറ്റ്സ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ടെംപ്ലേറ്റ്സ് ഒക്കെ കിട്ടും. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസത്തിലും നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ 3 സൈറ്റുകൾ യൂസ് ചെയ്യാത്തായിട്ട് ഒരു ഡെവലപ്പേഴ്സും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എല്ലാവരും ഈ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇതിൽ നമുക്ക് ഏത് പ്രോഡക്റ്റ് വേണമെന്നെങ്കിലും ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അല്ല ഇപ്പം നമുക്ക് ഒരു പ്രോഡക്റ്റ് നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഡെവലപ്പറാണ്, നിങ്ങളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ലിസ്റ്റ് ചെയ്യാം, സെയിൽ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഏണിങ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഇപ്പോൾ എങ്ങനെ ചെയ്യണം, എവിടെ നിന്ന് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ കയറി നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഒരു പ്രോഡക്റ്റിനെ പറ്റിയായിട്ട് ഐഡിയ കിട്ടും. അല്ലെങ്കിൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് കോഡ്കനോണോ അല്ലെങ്കിൽ Envato എന്ന് ടൈപ്പ് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ പ്രോഡക്റ്റ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഈ കോഡുകളൊക്കെ നമുക്ക് ചിലപ്പം ലൈക്ക് ഈ വെബ്സൈറ്റിലല്ലാതെ പുറത്ത് ഈ വേറെ വെബ്സൈറ്റുകളിലൊക്കെ ക്രാക്ക് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നുണ്ടാവും. ലൈക്ക് ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ക്രാക്ഡ് ആയിട്ടുള്ള വെർഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കോഡ് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.